ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കില്ലേ കോഴിക്കോട്ടിൽ നിന്ന് കോഴിനെയൊക്കെ പിടിച്ചിട്ടിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? വേറെ ഒന്നുമല്ല, കുഞ്ഞുങ്ങൾ മുട്ട തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു 3 മാസം പ്രായമായിട്ടുള്ള 3 മുട്ടക്കോഴിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 3 മാസം കഴിഞ്ഞ് ഒരു 6 മാസം 7 മാസമല്ല കോഴികൾ മുട്ട ഇടുന്നേ ഇല്ല. തീറ്റ കൊടുക്കുക എന്നല്ലാണ്ട് ഒരൊറ്റ മുട്ട പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ വിചാരിച്ചു അതിനെ സൈസാക്കിയാലോ, ഇന്നത്തേക്കുള്ള കറിക്കായല്ലോ. അപ്പം അങ്ങനെ റിജുവേട്ടൻ തന്നെ മുൻകൈ എടുത്ത് കോഴിനെ കൊന്നു. നാടൻ കോഴി ആയതുകൊണ്ട് ആദ്യം വിചാരിച്ചു കടയിൽ കൊണ്ടുപോയിട്ട് വെട്ടി സെറ്റാക്കാണ്. പിന്നെ മൂപ്പര് തന്നെ മുൻകൈ എടുത്ത് ഫുള്ളെല്ലാം നല്ല നീറ്റാക്കി തൊപ്പ കളഞ്ഞ് കട്ട് ചെയ്ത് വൃത്തിയാക്കി. അതാ കണ്ട വാമിക്കുട്ടി നല്ല കൗതുകത്തോടെ നോക്കിയിരിക്കുന്നത്. ആദ്യം അവൾക്ക് ചെറിയൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ടപ്പോൾ, ഇതെന്താ എൻ്റെ കോഴിക്കുഞ്ഞിന് എന്ത് ചെയ്തു എന്ന്. പിന്നെ അവളും കൂടി അച്ഛൻ്റെ കൂടെ അവൾ മെല്ലെ തൊട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. ചെറിയൊരു പേടി അവൾക്കും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ തീയിൽ കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കുറ്റി തൊപ്പുകളൊക്കെ അങ്ങ് കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തീയിൽ കാണിക്കുന്നത്. ഇനി നന്നായിട്ട് കട്ട് ചെയ്ത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഞങ്ങൾ കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. അപ്പോൾ ഈ നാടൻ കോഴി ആയതുകൊണ്ട് തേങ്ങ വറുത്തരച്ച് വെക്കുന്നതാണ് കൂടുതൽ രസം. അതുകൊണ്ട് തന്നെ തേങ്ങ വറുത്തരച്ച് നന്നായിട്ട് ഉള്ളിയും ചെറിയുള്ളിയും ഇഞ്ചിയും പെരുംജീരകവും കുരുമുളക് ഒരു നുള്ളു ഉലുവ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. അതിൻ്റെ കൂടെ ഞങ്ങൾ കുക്കറിലേക്ക് ഉള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, നമ്മളെ പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു 3 വിസിലടുപ്പിച്ചു. അതിൻ്റെ കൂടെ തേങ്ങ നന്നായി വറുത്ത് നല്ല മൂപ്പാക്കി നല്ല വറുത്തെടുത്ത് അരപ്പും അരച്ച് ഈ ചിക്കനിലേക്ക് ചേർക്കുക. ഈ നാടൻ കോഴിക്ക് ഒരു പ്രത്യേക രുചിയാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ ഈ കോഴിനോട് അത്ര താല്പര്യമില്ല. പക്ഷേ വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഈ നാടൻ കോഴിൻ്റെ കറി. പിന്നെ ഈ അരപ്പൊക്കെ നന്നായിട്ട് അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി നല്ലപോലെ തിളപ്പിച്ച് ഈ വറുത്തരച്ച് തേങ്ങേൻ്റെയൊക്കെ സ്മെല്ല് വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ നാടൻ കോഴിൻ്റെ ചിക്കൻ കറി റെഡി. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇനിയും ഞങ്ങൾ പുതിയ വീഡിയോയുമായി ഇനിയും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി നന്ദി കേട്ടോ.